ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷൻ മൂഡ് ശരിയല്ല, അതുകൊണ്ട് മൂഡ് നോക്കിയാൽ കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെയാണ്. അത് വേറെ കാര്യം. സത്യമായിട്ട് പറയാം, ഈ വീഡിയോയിൽ വരുമ്പോൾ ചില സമയത്തുള്ള ചിരിയും ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ബാക്കി സമയത്തൊക്കെ മൊത്തം ഡൗൺ ആണ്, ബ്ലിഞ്ചി അടിച്ചിരിക്കുകയാണ്. ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നത്. അതെ, എന്തായാലും ഒരു പോസിറ്റീവ് എനർജി കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഫിലിമിഷക്കിൻ്റെ ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ട്. അതായത് TN 2026 എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു, അതിൻ്റെ റോസ്റ്റാണ്. ഇത് ആർക്കുള്ള റോസ്റ്റ് ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും അതായത് വിജയ്ക്കുള്ളതായിരുന്നു. വിജയ്ക്കെതിരെ തന്നെ ചെയ്തൊരു സിനിമ തന്നെയായിരുന്നു. അങ്ങനെ അല്ലാന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി എത്ര പറഞ്ഞാലും അത് അതാണെന്നുള്ളത്. കാരണം വിജയിന്റെ ലുക്ക്, വിജയിന്റെ കോസ്റ്റ്യൂം ഇതൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങള് വിജയനല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നടക്കുവോ അല്ലേ? വിജയ്ക്ക് ഒരു പ്രത്യേകത കേട്ടോ, ആളെ വിമർശിച്ചാലേ ബാനം കിട്ടും. അല്ല, ചാനലിനെ എടുത്ത് കളഞ്ഞു പറഞ്ഞു. നമ്മളതിന് വിമർശിക്കുന്നില്ലല്ലോ വിജയ്, നമ്മൾ ഇത് കാണുന്നു. വിജയ് നമ്മളാണല്ലേ. അതെ, സിനിമയെ കുറിച്ച് നമ്മൾ പറയാലോ. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ സംസാരിക്കാറില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിന്റെ റോസ്റ്റ് കാണാം. ഇത് എന്ത് തരം സർട്ടിഫിക്കറ്റ്? ഞാനും ആലോചിച്ചു, ഫിലിമിഷക്ക് എന്നൊക്കെ പറഞ്ഞ കുറെ ആളുടെ തന്നെ ഒരു ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. കൊള്ളാം. ഓക്കെ, FBFC. 2026 തമിഴ്നാട് CM ആവാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തുന്ന നമ്മുടെ വിജയനെ ഊക്കി പൊളിക്കാൻ വേണ്ടി തമിഴന്മാർ എടുത്തൊരു പടം TN 2026. ഇവന്മാർ പറയുന്നതോ ഇത് ഞങ്ങൾ വിജയനെ ഉദ്ദേശിച്ചെടുത്ത പടമൊന്നുമല്ല എന്നാണ്. പക്ഷെ ഇത് കണ്ട ഏതൊരുത്തിനും മനസ്സിലാവും ഇത് അത് തന്നെയാണ് സംഭവം എന്ന്. നമ്മുടെ വിജയനെ ഹിതവും അവിഹിതവും അഭീഷ്ടവും എല്ലാം തൊട്ടും തലോടിയും പോയിട്ടുണ്ട് ഇവന്മാർ ഈ സിനിമയിൽ. എല്ലാവരും പാക്ക്. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ 1000 ഏക്കർ പറമ്പൊക്കെയുള്ള തമിഴ്നാട്ടിൽ ഒരു വലിയ കോടീശ്വരനായ ശിവലിംഗം മന്നാടിയെ കാണിച്ചുകൊണ്ടാണ്. മൂപ്പരാള് എംജിആറിന്റെ ഭയങ്കര വലിയൊരു ഫാനാണ്. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് തമിഴ്നാട്ടിൽ പുതിയൊരു സിനിമ നടൻ ഉയർന്നു വരുന്നത്. പേര് ഗുൽകുത് കുമാർ. മാത്രമല്ല അവനാണ് തമിഴ്നാട്ടിലെ അടുത്ത MGR എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. കാരണം സിനിമയിലൊക്കെ മൂപ്പർക്ക് MGRന്റെ അതേ കാട്ടിക്കൂട്ടിലാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഗുൽകുന്ദന്റെ സിനിമ കണ്ട് ശിവലിംഗം മന്നാടിയർ പറയുന്നത് ഇവൻ കൺഫേം ആയും അടുത്ത MGR തന്നെയാണെന്ന്. സോ അതുകൊണ്ട് തന്നെ അടുത്ത MGR ആരാധകനായി ഇങ്ങനെ ഭ്രാന്ത് മൂത്ത് അടുത്ത MGRന്റെ സിനിമയിൽ ഞാൻ വേണം വളർത്തിയെടുക്കാനെന്നും പറഞ്ഞ് ശിവലിംഗം മന്നാടിയാറ ഗുൽകുന്ദ് കുമാറിന്റെ രണ്ടാമത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയാണ്. എന്നിട്ട് ആ ഗുൽകുന്ദനെ പോയി മീറ്റാക്കി അവനെ വെച്ച് ശിവലിംഗം മന്നാടിയാർ സിനിമകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതോടുകൂടി ഗുൽകുന്ദ് കുമാർ വൻ സൂപ്പർ സ്റ്റാർ ആവുകയാണ്. ഗുൽകുന്ദ് കുമാറിന്റെ ഫാൻഡം ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ ഗുൽകുന്ദ് കുമാർ എന്ത് സ്ക്രീനിൽ ചെയ്യുന്നു അത് മൂപ്പരുടെ ഫാൻസും ചെയ്യും. അതായത് ഇപ്പോൾ ഗുൽകുന്ദൻ ഒരാളെ കത്തിയായി കുത്തിയെന്ന് വെക്കേ, അപ്പൊ തിയേറ്ററിലും ഇങ്ങനത്തെ ഫാൻസ് തൊട്ടപ്പുറത്തിരിക്കുന്നവരെ കത്തിയായി കുത്തി കൊല്ലുന്നു. ക്രിമിനൽ ക്രേസി ഫാൻഡമാണ് ഈ ഗുൽകുന്ദന്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗുൽകുന്ദനോട് മൂപ്പരുടെ ഒരു ആരാധികയ്ക്ക് ഭയങ്കര പ്രേമം വരുന്നത്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി കത്തയച്ചും ഓട്ടോഗ്രാഫ് വാങ്ങിയും പ്രേമിച്ച് അങ്ങ് കല്യാണം കഴിക്കുകയാണ്. ഈ കഥ നമ്മൾ എവിടെയോ കേട്ട പോലെയില്ലേ? എവിടെ കണ്ടല്ലോ പരിചയമുണ്ടല്ലോ. അതെ, അതെന്നെ സംഭവം. அப்படி வந்த ஒரு ஃபேனா சங்கீத் ஆட்டோகிராஃப் வேணும், போட்டோ எடுக்கணும். அதானே ஆட்டோகிராஃப் போட்டா സോ ഗൈസ്, അപ്പൊ അവരിങ്ങനെ ഹാപ്പി ആയി ഷർട്ടിന്റെ മേലെ ഷർട്ട് ഇട്ടും RX-100 ബൈക്ക് ഓടിച്ച് റൊമാൻസ് കളിച്ചും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏതൊരു സിനിമയിൽ നമ്മുടെ ഗുൽകുന്ദൻ അതിലെ ഹീറോയിനെ ലിപ് ലോക്ക് അടിക്കുന്ന ഒരു സീൻ അഭിനയിക്കുന്നത്. ആൻഡ് ഇങ്ങനത്തെ ഒരു സീന് വെച്ച് മാത്രം നമുക്കിത് മൊത്തത്തിൽ ഇവന്മാര് വിജയനാണ് ഉദ്ദേശിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഡയലോഗ് വരുന്നത്. ഇത് തന്നെ നമ്മുടെ ലിയോനെ പറ്റിയാണ് ഇവന്മാര് പറയുന്നത്. അതും ലിപ്ലോക്ക്, ഇതും ലിപ്ലോക്ക്, അതും കശ്മീരി, ഇതും കശ്മീരി. ഇനി ഇതൊന്നും പോരഞ്ഞിട്ട് അടുത്ത ഡയലോഗ് നിങ്ങൾ കേൾക്കണം. അതായത് ഈ സംഭവത്തിനൊക്കെ ശേഷം ഗുൽകുന്ദ് കുമാറിന് അവന്റെ ഭാര്യ ചോദ്യം ചെയ്യുകയാണ്. അപ്പൊ ഗുൽകുന്ദൻ പറയും വിന്നിംഗ് കോമ്പിനേഷൻ പ്രൊഡ്യൂസേഴ്സ് ഡിസൈഡ് പണിയതാണ് പോലും. ഉറപ്പിച്ചു ഇത് തന്നെ. സത്യം പറഞ്ഞ ഇവന്മാര് വിജയനം ജയിക്കുന്നു വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. അല്ലാതെ
ഇനിയിപ്പോ നീയൊക്കെ എന്തായാലും ഒരു ബ്രേസർ തയ്ച്ചു വെച്ചോ. So guys, അങ്ങനെ ഈ സംഭവത്തോട് കൂടി ഗുൽകുന്ദന്റെ വൈഫിന്റെ റിലേഷൻഷിപ്പ് ആകെ തകർന്നു പോവുകയാണ്. പക്ഷെ ഇവര് പിരിഞ്ഞ ഈ വിവരം ഫാൻസുകാർ അറിഞ്ഞാൽ ഗുൽകുന്ദന്റെ ഇമേജ് ഡാമേജ് ആവുമെന്നും പറഞ്ഞ് ആ ശിവലിംഗം മന്നാടിയാർ ഗുൽകുന്ദന്റെ വൈഫിനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിൽ തന്നെ നിർത്തിക്കും. പകരം ഗുൽകുന്ദനാണെങ്കിലോ മറ്റേ നടിയുമായി നാട് ചുറ്റി കസമുസ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. So guys, അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗുൽകുന്ദന്റെ ഒരു ആഗ്രഹം വരുന്നത്. അതെന്താന്ന് വെച്ചാൽ 50-ാം വയസ്സിൽ തന്റെ കരിയറിന്റെ ഉച്ചത്തിലെത്തിയ ഗുൽകുന്ദൻ 200 കോടി വാങ്ങുന്ന തന്റെ കരിയർ ഉപേക്ഷിച്ച് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. നാട്ടുക്ക് സേവ ചെയ്യവന്താ മക്കൾക്ക് സന്തോഷം. മനസ്സിലായി. സോ ഇതിനു വേണ്ടി മൂപ്പരുടെ ഫാൻസ് അസോസിയേഷനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുകയാണ്. நற்பணி மன்றமா இருந்த இந்த மன்றம் மக்கள் மன்றமா மாறுதுங்கிறது சந்தோஷமா தெரிவிச்சுக்கிறோம். അങ്ങനെ ആ മീറ്റിംഗിലേക്ക് നമ്മുടെ ഗുൽകുന്ദ് കുമാർ പ്രസംഗിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. ഇവിടെ ഡ്രസ് കോഡ് തന്നെ നോക്ക്. വെള്ള ഷർട്ട്, കാക്കി പാന്റ്, കയ്യിലെ വള നരപ്പിച്ച താടിയും മുടിയും. ഇനി ഇതൊക്കെ പോട്ടേന്ന് വെക്കാം. സ്റ്റേജിൽ കയറി ഗുൽകുന്ദൻ പറയുന്നതോ എൻ ഇതയത്തിൽ കുടിയിരിക്കുമെന്ന്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഡയറക്റ്റ് സോ ഗൈസ്, അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പാർട്ടി തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞതും നമ്മുടെ ഗുൽകുന്ദന്റെ അടുത്ത് റിലീസ് ആവുന്ന പടം തമിഴ്നാട്ടിൽ അങ്ങ് ബാൻ ആവുന്നത്. യെസ് ഗൈസ്, ജനനായകന്റെ ബാൻ വരെ വിമാനത്തിൽ കുത്തി കയറ്റിയിട്ടുണ്ട്. കുറച്ച് കാലം മുമ്പ് ഇറക്കിയിരുന്നെങ്കിൽ ആ ജനനായകന്റെ 5 ഫാൻഷോ ടിക്കറ്റ് എന്റെ കയ്യിൽ കെട്ടിക്കിടക്കുള്ളിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പല ഭാഗത്തു നിന്നും അക്രമം വരുന്നത്. ആൻഡ് അവരൊക്കെ ബൊബ്ബയിലെ പേട്ടൻ കാഴ്ച പോലെ ഒരു വെടിക്കെട്ട് അവരത് നടത്തി അടിച്ചോടിക്കും നമ്മുടെ ഗുൽകുന്ദ് കുമാറിന്റെ ആൾക്കാര്. അതോട് കൂടി ആകെ ദേഷ്യം പിടിച്ച ഗുൽകുന്ദ് കുമാർ നേരെ പോയി മൂപ്പരുടെ പാർട്ടിയുടെ കാൻഡിഡേറ്റ്സിനൊക്കെ പ്രഖ്യാപിക്കുകയാണ്. സോ ഗൈസ്, അപ്പൊ ഇലക്ഷൻ പരിപാടികൾക്ക് ഇങ്ങനെ അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഗുൽകുന്ദൻ ഒരു ഹീറോയിനെ സ്റ്റെപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ന്യൂസ് നാട് മൊത്തം പാട്ടാവുകയാണ്. ഒരു നടികയുടൻ തുടർബ്. അതെ ഗൈസ്, അത് തന്നെ സംഭവം. എന്താടാ ഇത്? അണ്ണന്റെ ബയോപിക് എടുത്ത് വെച്ചിട്ടാണ് നീക്ക് പറഞ്ഞത്. ആ ചെങ്ങായിന് എന്തിനാടാ ഇങ്ങനെ ഊക്കി വിട്ടത്? ഇനി ഇത് ഇവന്മാര് വിജയനെ ഉദ്ദേശിച്ചാണ് എടുത്തെന്നുള്ളതിന് ഇത്ര തെളിവൊന്നും പോരെങ്കിൽ ഞാൻ വേറൊരു സിനിമ കൂടി കാണിച്ചു തരാം. അതായത് ഈ സിനിമയിലെ ഗുൽകുന്ദ് കുമാർ അടുത്തതായി ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. അതെന്താന്ന് വെച്ചാൽ അടിവാരത്തില് 600 പേർ മറ്റമേ വാഴക്കൂടിയ ഒരു കുഗ്രാമം. 500-600 ആൾക്കാരുള്ള ഒരു സൗകര്യവും ഇല്ലാത്ത ഒരു കുഗ്രാമം. ആൻഡ് ആ ഗ്രാമത്തിനെ നമ്മുടെ ഗുൽകുന്ദ് കുമാർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വെല്ലുവിളിച്ച് ഇലക്ഷനിൽ നിന്ന് ജയിച്ച് രക്ഷിച്ചെടുക്കുകയാണ്. அந்த 600 பேரும் உங்களுக்கு ஓட்டு போட்டு பஞ்சாயத்து தலைவரை ஆக்கிடுறாங்க சார். ഓ ബ്രില്യന്റ്. വിജയപടത്തിന്റെ കഥ മിക്കവാറും ജനനായകന്റെ കഥ ഇത് തന്നെയാവും. സോ ഗൈസ്, അങ്ങനെ ഇതിന്റെ ഒക്കെ അവസാനം ഈ ഇലക്ഷൻ പരിപാടിയൊക്കെ ഇങ്ങനെ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗുൽകുന്ദ് കുമാറിന് അത് മനസ്സിലാവുന്നത്. അതെന്താന്ന് വെച്ചാൽ ശരിക്കും ഇവനെ ഇലക്ഷനിൽ നിർത്താൻ വേണ്ടി എല്ലാ പരിപാടിയും നടത്തുന്നത് ആ ശിവലിംഗം മന്നാടിയാറാണ്. അതായത് അങ്ങേരാണ് ഇവനെ ആളെ വിട്ട് അടുപ്പിച്ചതൊക്കെ. കാരണം ഗുൽകുന്ദൻ ഡെഡായാൽ ആ സ്ഥാനം പിന്നെ ശിവലിംഗം എടുക്കാമല്ലോ. അങ്ങനെ ശിവലിംഗത്തിന്റെ ഈ കളികളൊക്കെ മനസ്സിലാക്കിയതും ഗുൽകുന്ദൻ ഇലക്ഷനിലൊന്നും മത്സരിക്കാതെ തന്റെ പാർട്ടിയും പിരിച്ചുവിട്ട് നാട് വിടുകയാണ്. പണം കഴിഞ്ഞ്. എന്നാലും എനിക്ക് ഇവന്മാരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്, എടാ സത്യമായിട്ടും നിങ്ങൾ അങ്ങനെ ഇലക്ഷനിൽ ജയിക്കില്ലാന്ന് വിചാരിച്ചിട്ടല്ലേ ഇമാതിരി പണ്ടൊക്കെ പണിയത്? എല്ലാവരും ചേർന്ന് ശരിക്കും വായി തന്നെ മറക്കില്ല. ഒന്നും മറക്കണ സ്വഭാവക്കാരനല്ല രാജേന്ദ്രനാഥ്. ഓർത്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ബാക്കി വീഡിയോസ് ശരിക്കും ഇത് ഇലക്ഷന് മുന്നേ വന്ന സിനിമ തന്നെയാണ്. അത് മാത്രല്ല, മറ്റേ ജനനായകൻ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതായത് ജനനായകൻ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ജനനായകൻ ഇറങ്ങേണ്ട സമയം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു. യെസ്. പക്ഷേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയണ കാര്യങ്ങളൊക്കെ അത് ആലോചിച്ച് നോക്കി. എന്ത് കറക്റ്റ് ബയോപിക് തന്നെ. എന്നിട്ട് കുളഞ്ഞ ഡയലോഗും
സ്റ്റേജിൽ കയറി നിന്നിട്ട്. അതല്ല, ഇത് ലാസ്റ്റ് ഇതെങ്ങനെ അല്ല എന്ന് കാണിക്കാനാണ് ആ ലാസ്റ്റ് ലാസ്റ്റ് വിട്ടിട്ട്. അതെന്താണെന്നറിയോ, അത് ഇവിടെ ഇലക്ഷന് തോക്കുമല്ലോ, ഇവിടെ തോറ്റു കഴിഞ്ഞാൽ വീണ്ടും വിജയ് സിനിമയിലേക്ക് എത്തുമല്ലോ. അതിന്റെ വേറൊരു വേർഷനാണ് ആ സാധനം കാണിച്ചത്. കൊള്ളാം, എന്താണെങ്കിൽ നൈസ് ആയിട്ടുണ്ട്, അടിപൊളി. ഇതൊക്കെ കാണാൻ പറ്റാതിരുന്നത് നമ്മുടെ ഭാഗ്യം. അതെ, അത് സത്യം, അത്രേ ഉള്ളൂ. പിന്നെ സ്പോർട്സ് സിനിമയൊക്കെ കാണുന്നവർക്ക് ആ ഒരു വൈബിൽ ഇരുന്ന് കാണാം കേട്ടോ, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.